ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ ഇത് നമ്മുടെ പുതിയ യൂണിറ്റാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് ഓർ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫീൽഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസിനോട് കോണ്ടാക്റ്റ് ആവുന്നോ അതിലെല്ലാം കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കെമിസ്ട്രി ഈസ് ഇൻസൈഡ് അസ്, ഔട്ട്സൈഡ് അസ് ആൻഡ് എറൗണ്ട് അസ്. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ പുറത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി ഈസ് ഓൾ എറൗണ്ട് അസ്. നമ്മുടെ എല്ലാ ചുറ്റിലും എന്തുണ്ട്? കെമിസ്ട്രി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ബാത്ത് ചെയ്യാൻ പോകും. അപ്പോൾ അതിൽ ആ കാര്യങ്ങളിൽ അപ്പോൾ നമ്മൾ എടുക്കുന്ന സോപ്പ്, ഉപയോഗിക്കുന്ന തലയിലെ ഇപ്പോൾ ചിലപ്പോൾ താരം പോകാൻ ഉപയോഗിക്കുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവിൽ ഇതിലൊക്കെ കെമിസ്ട്രിയാണുള്ളത്. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, അതുപോലെ വാഷ് ചെയ്യുമ്പോൾ, ഈറ്റ് ചെയ്യുമ്പോൾ, ഡ്രിങ്ക് ചെയ്യുമ്പോൾ, ഓട്ടോമൊബൈൽസിൽ റൈഡ് ചെയ്യുമ്പോൾ, മെഡിസിൻസ് ടേക്ക് ചെയ്യുമ്പോൾ, അതുപോലെ റേഡിയോയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ TV അതൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തികളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീൽഡ്സ്, നമ്മൾ ഡെയിലി ലൈഫിലെ നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫീൽഡ്സിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂവൽസ് ഫ്രം പെട്രോളിയം ഇൻഡസ്ട്രി. നമുക്കറിയാം, പെട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്, അല്ലേ? നമ്മൾ ഇപ്പോൾ ഓട്ടോമൊബൈൽസിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് പെട്രോളിയം പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ പെട്രോളും ഡീസൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ആ ഫ്യൂവൽസിലൊക്കെ എങ്ങനത്തെയൊക്കെ കെമിസ്ട്രിയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, സോ നമുക്കറിയാം നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ഫ്യൂവൽസ്, അതൊക്കെ പെട്രോളിയത്തിൽ നിന്ന് അതിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസ്, അതുപോലെ പല പല ഫ്യൂവൽസൊക്കെ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഓർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പെട്രോളിയം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പെട്രോളിയം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ രണ്ട് ഗ്രീക്ക് വേർഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പെട്ര എന്ന് പറഞ്ഞാൽ റോക്ക് എന്നാണ് ഗ്രീക്കിൽ അർത്ഥം. അതുപോലെ ലാറ്റിനിലെ ഒലിയം എന്ന് പറഞ്ഞാൽ ഓയിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഗ്രീക്ക് വേർഡ് പെട്ര മീൻസ് റോക്ക് ആൻഡ് ലാറ്റിൻ വേർഡ് ഒലിയം മീൻസ് ഓയിൽ. സോ പെട്രോളിയം എന്ന് പറഞ്ഞാൽ റോക്ക് ഓയിൽ. ലാറ്റിനും ഗ്രീക്കും കൂടി കമ്പൈൻ ചെയ്തു എന്നിട്ട് പറയാണ് പെട്രോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റോക്ക് ഓയിൽ, റോക്കിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ്. സോ വാട്ട് ഈസ് പെട്രോളിയം? ഇറ്റ് ഈസ് എ ഡാർക്ക് വിസ്കസ് ഓയിലി ലിക്വിഡ് occurring deep below the earth's crust entrapped under rocky strata. അതായത് അത് വളരെ ഡാർക്ക് വിസ്കസ് ആയിട്ടുള്ളൊരു ഓയിലി ലിക്വിഡാണ്. അത് എർത്തിൻ്റെ ക്രസ്റ്റിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. മെയിൻലി അത് റോക്സ് നിറഞ്ഞിരിക്കുന്ന ആ സ്ട്രാറ്റയിലാണ് ഈ പെട്രോളിയം ഒക്കെ എൻട്രാപ്ഡ് ആയിട്ടിരിക്കുന്നത്. പെട്രോളിയം ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. പല പല ഹൈഡ്രോ കാർബൺസിൻ്റെ ഒരു മിക്സ്ചറാണ്, ഇൻക്ലൂഡിങ് ആൽക്കെയിൻസ് ആൻഡ് സൈക്ലോ ആൽക്കെയിൻസ്. It also contains unsaturated hydrocarbons, aromatic hydrocarbons, and small quantities of nitrogen, sulfur, and oxygen. ഇതൊക്കെ പെട്രോളിയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽക്കെയിൻസ്, സൈക്ലോ ആൽക്കെയിൻസ്, ചില അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റീസ് നൈട്രജൻ, സൾഫർ ആൻഡ് ഓക്സിജൻ. അപ്പോൾ എക്സാക്റ്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് പെട്രോളിയം നമുക്ക് ആ കിട്ടുന്ന ആ ഏരിയയും കൂടി അനുസരിച്ചിരിക്കും. സോ ദിസ് എക്സാക്റ്റ് കോമ്പോസിഷൻ ഓഫ് പെട്രോൾ വാരീസ് വിത്ത് ദ പ്ലേസ് ഓഫ് ഒറിജിൻ. ഏത് പ്ലേസിലാണോ അത് ഒറിജിൻ ചെയ്ത് ആ പ്ലേസ് ആശ്രയിച്ച് ഇതിലേതെങ്കിലുമൊക്കെ കമ്പോണൻസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. സോ ദ എക്സാക്റ്റ് കോമ്പോസിഷൻ വാരീസ് വിത്ത് ദ പ്ലേസ് ഓഫ് ഒറിജിൻ. ഇപ്പോൾ പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഗ്രീക്കും ലാറ്റിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് റോക്ക് ഓയിൽ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ദെൻ എന്താണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ ബോക്സിലിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് അഡീഷണലായിട്ട് ഒരു ജനറൽ വ്യൂ കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഏറ്റവും വേൾഡ്സ് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഒക്കെ ഫൗണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സൗദി അറേബ്യ, ഇറാൻ, UAE, കുവൈറ്റ്, ഇറാൻ അവിടെയൊക്കെയാണ്.
അതുപോലെ വെനിസുല, അതുപോലെ USSR, അവിടെയൊക്കെ ചൈനയിലൊക്കെ പെട്രോളിയം ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സിലബസിൽ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഈസ് നാച്ചുറൽ ഗ്യാസ്. അതായത് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു റോക്കി സ്ട്രാറ്റയിൽ അല്ലേ, ബിലോ ദ എർത്ത് ക്രസ്റ്റ്. അതിനെ ഒരു ഗ്യാഷ്യസ് മിക്സ്ചർ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പെട്രോളിയം ഡെപ്പോസിറ്റിനെ ഒക്വറിങ് ഇൻ ദ റോക്കി സ്ട്രാറ്റയിലെ കവർ ചെയ്യപ്പെടുന്ന റോക്കി മിക്സ്ചറിനെയാണ്, ഗ്യാഷ്യസ് മിക്സ്ചറിനെയാണ് നമ്മൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താണ് നാച്ചുറൽ ഗ്യാസ്? ദ കവർ ഓഫ് ഗ്യാഷ്യസ് മിക്സ്ചർ ഓവർ ദ പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഒക്വറിങ് ബിലോ ദ റോക്കി സ്ട്രാറ്റ. പെട്രോളിയം ഡെപ്പോസിറ്റ്സ് റോക്കി സ്ട്രാറ്റയിലുണ്ട്, അതിനെ കവർ ചെയ്യുന്ന ആ ഗ്യാഷ്യസ് മിക്സ്ചറിനെയാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഗ്യാസിലെ ലോ ബോയിലിംഗ് ആയിട്ടുള്ള ആൽക്കെയിൻസ് ഉണ്ട്. പിന്നെ അതിൽ ചീഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് മീതെയിൻ ആണ്. എബൌട്ട് 60 to 90% വരെ ഉണ്ട്. ഓൾസോ along with methane, some quantities of ethane, propane, butane and some gases like carbon dioxide, hydrogen sulfide, nitrogen are also found. പിന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഉപകാരം എന്താണ്? അത് നല്ലൊരു ഡൊമസ്റ്റിക് ഫ്യൂവലാണ്, നമ്മുടെ വീട്ടിലൊക്കെ പാചകത്തിന് ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല അതൊരു ഓട്ടോമൊബൈൽ ഫ്യൂവലാണ്. അതായത് CNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അത് ധാരാളമായിട്ട് ഒരു ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്? ലോ ബോയിലിംഗ് ആൽക്കെയിൻസ് ഉണ്ട്, അതുപോലെ മീതെയിൻ ഉണ്ട്, പിന്നെ ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ ഒക്കെ ഉണ്ട്. ദെൻ സർട്ടൺ അതർ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രജൻ. And this natural gas is used as a domestic fuel and also as an automobile fuel. അതായത് CNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട്. ഇനി നമുക്കിതിനെ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, റിഫൈനിങ് ഓഫ് പെട്രോളിയം. സോ ദിസ് പെട്രോളിയം ഡിസ്റ്റിലേഷൻ, അതായത് പെട്രോളിയത്തിൽ ഞാൻ പറഞ്ഞു ധാരാളം ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. ഇതൊക്കെ പ്യുവർ ഫോമിലായിരിക്കില്ല, ധാരാളം ഇമ്പ്യൂരിറ്റീസും അല്ലെങ്കിൽ വേറെ സബ്സ്റ്റിറ്റ്യൂവൻസൊക്കെ അതിനോട് കൂടി ചേർന്ന് കിടക്കും. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ക്രൂഡ് പെട്രോളിയത്തിൻ്റെ ഒറിജിനൽ സോഴ്സാണ് ക്രൂഡ് പെട്രോളിയം. ആ ക്രൂഡ് പെട്രോളിയം ഓർ ക്രൂഡ് ഓയിൽ എന്ന് നമ്മൾ പറയും. അതൊക്കെയാണ് ഓയിൽ വെൽസിൽ കാണുന്നത്. അതിനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുകയാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്? ക്രൂഡ് ഓയിൽ ഓർ ക്രൂഡ് പെട്രോളിയം ഫൗണ്ട് ഇൻ ഓയിൽ വെൽസ് ആർ ഫസ്റ്റ് സബ്ജക്റ്റഡ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഡ്യൂറിങ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ it helps to remove the associated impurities and helps to get a useful fractions. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ട് യൂസ്ഫുൾ ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടുന്നു. But the fractions obtained from distillation of petroleum, they still contain mixtures of hundreds of hydrocarbons and are called petroleum fractions. അപ്പോൾ ക്രൂഡ് ഓയിലിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി, അപ്പോൾ കുറേ ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവായി. പക്ഷേ എന്നിട്ട് കിട്ടുന്നതിലും എന്തുണ്ട്? ഹൺഡ്രഡ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അതിനെയാണ് പെട്രോളിയം ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും ഒക്കെ മാറ്റി പെട്രോളിയത്തിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആക്കി മാത്രം മാറ്റുകയാണ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി. അതിനെയാണ് എന്ത് പറയുന്നത്? റിഫൈനിങ് ഓഫ് പെട്രോളിയം. So what is meant by refining of petroleum? The process of removal of undesirable impurities and the separation of petroleum into different useful fractions by the process of fractional distillation. Fractional distillation വഴി നമ്മൾ പെട്രോളിയത്തിനെ എന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയിട്ട് യൂസ്ഫുൾ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുന്നു. ആ പ്രോസസ്സിനെയാണ് റിഫൈനിങ് ഓഫ് പെട്രോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ പെട്രോളിയം ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസ് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊന്നാണ് പെട്രോളിയം ഗ്യാസ്, അതായത് എ മിക്സ്ചർ ഓഫ് ഗ്യാഷ്യസ് ഹൈഡ്രോ കാർബൺസ്. അത് സാധാരണ ഒരു ഫ്യൂവൽ ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാർബൺ ബ്ലാക്കിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ പ്രൊഡക്ഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഫ്രാക്ഷനാണ് ക്രൂഡ് നാഫ്ത. ക്രൂഡ് നാഫ്ത തന്നെ അതിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്, ഫ്രാക്ഷൻസ് കിട്ടും ക്രൂഡ് നാഫ്തയിൽ. ഒന്നാമത്തതാണ് പെട്രോളിയം ഈതർ. പെട്രോളിയം ഈതർ സാധാരണ ഒരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ അത് ഫാറ്റ്സ്, ഓയിൽസ്, വാർണിഷസ് അതൊക്കെ ഉണ്ടാക്കാനും ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്രൂഡ് നാഫ്തയിലുള്ള മറ്റൊരു ഫ്രാക്ഷനാണ് ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോൾ. അത് ഓട്ടോമൊബൈൽ ഫ്യൂവലായിട്ട് അതുപോലെ ഡ്രൈ ക്ലീനിങ് ഏജൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രൂഡ് നാഫ്തയിൽ കാണുന്ന മൂന്നാമത്തെ മെയിൻ ഫ്രാക്ഷനാണ് ബെൻസൈൻ. ബെൻസൈൻ ഒരു ഡ്രൈ ക്ലീനിങ് ഏജൻ്റാണ്. പിന്നീട് ഈ പെട്രോളിയം ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന വേറൊരു തരം ഫ്രാക്ഷനാണ് കെറോസിൻ ഓയിൽ. കെറോസിൻ ഓയിൽ നമുക്കറിയാം സ്റ്റൗസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓയിൽ ഗ്യാസ് ഉണ്ടാക്കാൻ ഒരു ഇല്ലൂമിനൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു തരത്തിലുള്ള ഫ്രാക്ഷനാണ് ഡീസൽ ഓയിൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഓയിൽ അല്ലെങ്കിൽ ഹെവി ഓയിൽ. അത് ഡീസൽ എൻജിൻസിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ജനറേറ്റേഴ്സ്, അതുപോലെ തെർമൽ പവർ പ്ലാന്റ്സ്, അതുപോലെ ഗ്യാസോലിനിൻ്റെ പ്രൊഡക്ഷൻ ബൈ ക്രാക്കിംഗ്, അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ദിസ് ഡീസൽ ഓയിൽ ഓർ ഫ്യൂവൽ ഓയിൽ ഓർ ഹെവി ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇതിൻ്റെ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒരു പ്രൊഡക്റ്റാണ്. അത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വേറെ ഒരെണ്ണമാണ് പാരഫിൻ വാക്സ്. അത് കാൻഡിൽസ് ഉണ്ടാക്കാൻ, ഓയിൽമെൻറ്റ്സ്, അതുപോലെ വാക്സ്ഡ് പേപ്പേഴ്സ്, വാർണിഷസ്, പെയിൻറ്റ്സ്, ടോയ്ലറ്റ് സോപ്സ് അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പാരഫിൻ വാക്സ്. അതും പെട്രോളിയം ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. ദെൻ അസ്ഫാൾട്ട്, പിച്ച്, പെട്രോളിയം കോക്ക്, ബിറ്റുമെൻ അതൊക്കെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ ഭാഗം വഴി നമുക്ക് കിട്ടുന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ഒരു വാട്ടർ പ്രൂഫിംഗ് ആയിട്ടും ഒക്കെ പെയിൻസിലും അതുപോലെ റോഡ് സർഫേസസിലും ഒക്കെ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ബ്ലാക്ക് ടാറി റെസിഡ്യൂ എന്നും കൂട്ടി പറയുന്നുണ്ട് ഈ അസാൾട്ടിനും പിച്ച്, ദെൻ പെട്രോളിയം കോക്ക്, ബിറ്റുമെൻ അതിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പെട്രോളിയത്തിൻ്റെ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസ്. അങ്ങനെ ഈ ഫ്രാക്ഷൻസ് ഒക്കെ മാറ്റി അതിൻ്റെ കൂടെ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള പെട്രോളും കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റേറ്റിംഗ് ഓഫ് ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്, ഒക്ടെയിൻ നമ്പർ ആൻഡ് സീറ്റെയിൻ നമ്പർ. അതായത് ഫ്യൂവൽസിന് നമ്മൾ റേറ്റ് ചെയ്യുകയാണ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. 2 നമ്പറിലാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കും, ഇതൊക്കെ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒക്ടെയിൻ നമ്പർ എന്നും അതുപോലെ സീറ്റെയിൻ നമ്പർ എന്നുമാണ് പറയുന്നത്. അപ്പോൾ എന്താണിത്? അതായത് ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ഗ്യാസോലിനാണ് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നത്? അതായത് ഗ്യാസോലിൻ എയർ മിക്സ്ചർ ആദ്യം കംപ്രസ് ചെയ്യുന്നു ആൻഡ് ദെൻ ഇഗ്നൈറ്റഡ് ബൈ സ്പാർക്ക് ഇൻ ദ സിലിണ്ടർ ഓഫ് എൻജിൻ, അല്ലേ? അപ്പോൾ അതിലെന്താണ്? ആദ്യം തന്നെ ഗ്യാസോലിൻ എയർ മിക്സ്ചർ ഉണ്ടാവും, അത് കംപ്രസ് ചെയ്യാണ്. ആ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് ഇഗ്നൈറ്റ് ചെയ്യുന്നു ബൈ മീൻസ് ഓഫ് എ സ്പാർക്ക് ഇൻസൈഡ് ദ സിലിണ്ടർ. അങ്ങനെ കമ്പഷൻ വഴി ഉണ്ടാവുന്ന പ്രോഡക്ട്സ് ലാർജർ വോളിയം ഓക്യുപ്പൈ ചെയ്യും ദാൻ ദ ഒറിജിനൽ ഗ്യാസോലിൻ ആൻഡ് എയർ. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള ലാർജ് എക്സ്പാൻഷൻ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ കംപ്രഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? എഫിഷ്യൻസി വളരെയധികം കൂടുന്നു. പക്ഷേ അതിന് കംപ്രഷൻ ലിമിറ്റിനേക്കാളും കൂടിയാൽ മിക്സ്ചർ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യും. ഓക്കെ, ഇത്തരത്തിലുള്ള റാപ്പിഡ് ബേണിങ് ഫ്യൂവലിൻ്റെ അൺകൺട്രോൾഡ് എക്സ്പ്ലോഷന് വരെ കാരണമാവുകയും ചെയ്യും. അങ്ങനെ പിസ്റ്റന് എഗെയിൻസ്റ്റ് ആയി വയലൻ്റ് ജെർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ നോക്കിങ് അല്ലെങ്കിൽ പിഞ്ചിങ് സൗണ്ട് എൻജിനിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? നോക്കിങ് എന്ന് പറയുന്നത്. ഇത് എൻജിൻ പവറിനെ കുറയ്ക്കുകയും എൻജിന് എന്ത് സംഭവിക്കുന്നു? ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോക്കിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിനൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഫിസിക്സുകാരാണ്, നിങ്ങളിത് ധാരാളം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്. ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിനിൽ എന്താണ് ഉണ്ടാവുക, ആ പ്രോസസ്സാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി പറയാം. എന്താണ് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസിലെ ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ഗ്യാസോലിനാണ് നമ്മുടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്യാസോലിൻ എയർ മിക്സ്ചർ ഉണ്ട്, ആദ്യം അത് കംപ്രസ് ചെയ്യുകയാണ് ആൻഡ് ദെൻ ഇഗ്നൈറ്റഡ് ബൈ സ്പാർക്ക് ഇൻ ദ സിലിണ്ടർ ഓഫ് ദി എൻജിൻ. അപ്പം അങ്ങനെ കമ്പഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ലാർജർ വോളിയം ഓക്യുപ്പൈ ചെയ്യും ദാൻ ദ ഒറിജിനൽ ഗ്യാസോലിൻ ആൻഡ് എയർ. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള ലാർജ് എക്സ്പാൻഷൻ എന്ത് സംഭവിക്കുന്നു? പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവുന്നു. അപ്പോൾ കംപ്രഷൻ കൂടുന്നതനുസരിച്ചിട്ട് എഫിഷ്യൻസി കൂടുകയാണ്. പക്ഷേ അതിൻ്റെ കംപ്രഷൻ ലിമിറ്റിനേക്കാളും കൂടിയാൽ മിക്സ്ചർ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്യും. ഇത്തരത്തിലുള്ള റാപ്പിഡ് ബേണിംഗ് എന്ത് സംഭവിക്കുന്നു? ഫ്യൂവലിൻ്റെ അൺകൺട്രോൾഡ് എക്സ്പ്ലോഷന് കാരണമാവുകയും
അങ്ങനെ പിസ്റ്റൺ എഗെയിൻസ്റ്റ് ആയി വയലന്റ് ജെർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കിംഗ് അല്ലെങ്കിൽ പിഞ്ചിങ് സൗണ്ട് എഞ്ചിനിൽ ഉണ്ടാവുന്നു. ഈ പ്രോസസ്സിനെയാണ് നോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് എഞ്ചിൻ പവറിനെ കുറയ്ക്കുകയും എഞ്ചിന് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഫ്യൂവലിന് എന്ത് വേണം? ബെറ്റർ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടിയാണ് ഉണ്ടാവേണ്ടത്. നോക്കിംഗ് അല്ല, നോക്കിംഗ് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിഞ്ചിങ് നടക്കാൻ പാടില്ല. സോ എ ബെറ്റർ ഫ്യൂവൽ ഷുഡ് ഹാവ് ബെറ്റർ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി. So this anti-knocking property of a sample of gasoline are measured in terms of octane number അല്ലെങ്കിൽ octane rating. ഒരു ഫ്യൂവലിൻ്റെ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടീനെയാണ് അല്ലെങ്കിൽ ഗ്യാസോലിൻ്റെ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഒക്ടെയിൻ നമ്പർ അല്ലെങ്കിൽ ഒക്ടെയിൻ റേറ്റിംഗ് എന്നത് വഴി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡീസൽ എൻജിൻസോ യൂസ് ചെയ്യുന്നത് ഡീസൽ ഓയിലാണ്. അപ്പോൾ ഡീസൽ എൻജിൻസിൻ്റെ പ്രവർത്തനമൊക്കെ ഡിഫറെൻറ്റ് മാനറാണ് ദാൻ പെട്രോളിയം എൻജിൻസ്. So this ignition qualities of a sample of diesel oil are measured in terms of cetane number. ഇപ്പോൾ ഗ്യാസോലിൻ ആണെങ്കിൽ അത് ഒക്ടെയിൻ നമ്പറും, അതുപോലെ ഡീസൽ എൻജിൻസ് ആണെങ്കിൽ അത് സീറ്റെയിൻ നമ്പർ അല്ലെങ്കിൽ സീറ്റെയിൻ റേറ്റിംഗ്. പിന്നെ എന്താണ് ജസ്റ്റ് ഒക്ടെയിൻ നമ്പർ? അതിൻ്റെ ഡെഫിനിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ബേണിങ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസോലിനിലല്ല ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസിനാണ് കൂടുതൽ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുക ദാൻ സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രാഞ്ചഡ് ചെയിൻസ് ഉള്ള ഹൈഡ്രോ കാർബൺസിലായിരിക്കും കൂടുതൽ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബേണിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ സ്ട്രക്ചർ ബിക്കോസ് branched chain hydrocarbons have greater anti-knocking property than straight chain hydrocarbons. അപ്പോൾ ഈ ഒക്ടെയിൻ നമ്പർ അല്ലെങ്കിൽ ഒക്ടെയിൻ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ആർബിട്രറി സ്കെയിലാണ് ഫോർ റേറ്റിംഗ് ദ റിലേറ്റീവ് നോക്കിംഗ് അല്ലെങ്കിൽ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസോലിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 പ്യുവർ ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹെപ്റ്റെയിൻ അല്ലെങ്കിൽ നോർമൽ ഹെപ്റ്റെയിൻ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഹെപ്റ്റെയിൻ ഓർ നോർമൽ ഹെപ്റ്റെയിൻ. ദെൻ 2,2,4 ട്രൈമീഥൈൽ പെൻറ്റെയിൻ, അതിനാണ് നമ്മൾ ഐസോ ഒക്ടെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെപ്റ്റെയിൻ്റെ പ്രത്യേകത എന്താണ്? അത് നോക്കിംഗ് നന്നായിട്ട് നടക്കും, നോക്സ് കൺസിഡറബിളി. അതുകൊണ്ട് തന്നെ അതിന് പൂവർ ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റി ആണുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? നല്ല നോക്കിംഗ് കേപ്പബിലിറ്റിയാണ്, ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റിയാണ് വേണ്ടത്. പക്ഷേ ഹെപ്റ്റെയിനെ ഇറ്റ്സ് നോക്സ് കൺസിഡറബിളി ആൻഡ് ഇറ്റ് ഹാസ് പൂവർ ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റി. ഓക്കെ, ദെൻ ദിസ് 2,2,4 ട്രൈമീഥൈൽ പെൻറ്റെയിനോ അതായത് ഐസോ ഒക്ടെയിനോ അതിൻ്റെ ഒക്ടെയിൻ നമ്പർ 100 ആണ്. ഹെപ്റ്റെയിൻ്റെ 0 ആണെങ്കിൽ ഇതിൻ്റെ ഒക്ടെയിൻ നമ്പർ 100 ആണ്. ഹെപ്റ്റെയിൻ്റെ 0 ആണ്, ഐസോ ഒക്ടെയിൻ്റെ 100 ആണ്. അപ്പോൾ ഐസോ ഒക്ടെയിൻ എന്ന് പറയുന്നത് അത് വളരെ സ്മൂത്തായിട്ട് ബേൺ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും? എക്സലൻ്റ് ആയിട്ടുള്ള ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഗ്യാസോലിൻ സാമ്പിൾ ഏതാണോ അതിൻ്റെ ഒക്ടെയിൻ നമ്പർ ആദ്യം തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നു യൂസിങ് എ സ്റ്റാൻഡേർഡ് എൻജിൻ. എന്നിട്ട് അതിൻ്റെ നോക്കിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദ ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാൻഡേർഡ്സ് അതായത് നോർമൽ ഹെപ്റ്റെയിൻ്റെയും ഐസോ ഒക്ടെയിൻ്റെയും മിക്സ്ചേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഐസോ ഒക്ടെയിൻ ഇൻ ദ മിക്സ്ചർ വിത്ത് ഐഡിയൽ നോക്കിംഗ് പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് ദ ഒക്ടെയിൻ നമ്പർ. അപ്പോൾ ഐസോ ഒക്ടെയിൻ എത്ര ശതമാനമാണുള്ളത് അതാണ് അതിൻ്റെ ഒക്ടെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒക്ടെയിൻ നമ്പർ? The octane number or octane rating of a sample of gasoline is defined as the percentage of isooctane present in a mixture of normal heptane and isooctane which has the same knocking or anti-knocking characteristic as the fuel sample under consideration when examined in the test engine under the same condition. അപ്പോൾ നമ്മൾ ഒക്ടെയിൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 2 സ്റ്റാൻഡേർഡ് എടുത്തു. ഒരെണ്ണം നോർമൽ ഹെപ്റ്റെയിൻ, അതിൻ്റെ ഒക്ടെയിൻ നമ്പർ 0 ആണ്. അത് നന്നായി നോക്ക് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അതിന് പൂവർ ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റി ആണുള്ളത്. രണ്ടാമത്തത് 2,2,4 ട്രൈമീഥൈൽ പെൻറ്റെയിൻ അല്ലെങ്കിൽ ഐസോ ഒക്ടെയിൻ, അതിൻ്റെ ഒക്ടെയിൻ നമ്പർ 100 ആണ്. ഇറ്റ് ബേൺ സ്മൂത്ത്ലി ആൻഡ് ഇറ്റ് ഹാസ് എക്സലൻറ്റ് ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റി. അപ്പോൾ നമ്മുടെ സാമ്പിൾ ഓഫ് ഗ്യാസോലിൻ നമ്മൾ എടുത്തു, എന്നിട്ട് അതൊരു സ്റ്റാൻഡേർഡ് എൻജിനിൽ നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നോക്കിംഗ് പ്രോപ്പർട്ടീസൊക്കെ റെക്കോർഡ് ചെയ്തു. ആൻഡ് ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ ദെൻ കമ്പയർഡ് വിത്ത് എ മിക്സ്ചർ ഓഫ് നോർമൽ ഹെപ്റ്റെയിൻ ആൻഡ് ഐസോ ഒക്ടെയിൻ. സോ ഇപ്പം നമ്മുടെ സാമ്പിളിലെ ഇപ്പോൾ 13% ഹെപ്റ്റെയിനും 87% ഐസോ ഒക്ടെയിനുമാണ് ഉള്ളത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒക്ടെയിൻ നമ്പർ എത്രയായിരിക്കും?
ഐസോ ഒക്ടെയിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും, അതായത് 87% ആയിരിക്കും. അപ്പം നമ്മുടെ ഗ്യാസോലിൻ സാമ്പിളിലെ 13% ഹെപ്റ്റെയിനും 87% ഐസോ ഒക്ടെയിനാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഒക്ടെയിൻ നമ്പർ എത്രയായിരിക്കും? 87 ആയിരിക്കും. ഓക്കെ. ഇനി അതായത് ഹയർ ദ ഒക്ടെയിൻ നമ്പർ ഓഫ് എ ഫ്യൂവൽ, ഒക്ടെയിൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ഈസ് ദ കംപ്രഷൻ ആൻഡ് ബെറ്റർ ഈസ് ദ ആൻറ്റി നോക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഒക്ടെയിൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി നോക്കിംഗ് കേപ്പബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്യൂവല് ബെറ്റർ ആണ്, നല്ലതാണ്. ഇനി സാധാരണ ഗ്യാസോലിൻസിൻ്റെ ഒക്കെ ഒക്ടെയിൻ നമ്പർ ഹയർ എന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം റേഞ്ച് ചെയ്യുക 88 to 97 ആണ്. ഇനി ഒക്ടെയിൻ നമ്പർ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോൾ കിട്ടുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഹാവ് റാദർ ലോ ഒക്ടെയിൻ നമ്പർ. സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ കുറവ് ഒക്ടെയിൻ നമ്പർ ആയിരിക്കും. ആൻഡ് ദിസ് ഒക്ടെയിൻ നമ്പർ ഫർദർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ കാർബൺ ചെയിൻ. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിനിന് കമ്പാരിറ്റീവ്ലി കുറവ് ഒക്ടെയിൻ നമ്പർ ആണ്. മാത്രമല്ല ഒക്ടെയിൻ നമ്പർ ഡിക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദി കാർബൺ ചെയിൻ. അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസിനാണ് ഹയർ ഒക്ടെയിൻ നമ്പർ ഉണ്ടാവുക ദാൻ ഐസോമെറിക് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് വിൽ ഹാവ് ഹയർ ഒക്ടെയിൻ നമ്പർ. ദെൻ ആൽക്കീൻസ്, സൈക്ലോ ആൽക്കീൻസ് ആൻഡ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഹാവ് എ ഹയർ ഒക്ടെയിൻ നമ്പർ ദാൻ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കീൻസ്. ആൽക്കീൻസിനും സൈക്ലോ ആൽക്കീൻസിനും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനും ഒക്കെ കൂടുതലായിരിക്കും ഒക്ടെയിൻ നമ്പർ ദാൻ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കീൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒക്ടെയിൻ നമ്പർ കാണിക്കുക ആൽക്കീൻസും സൈക്ലോ ആൽക്കീൻസും ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ആണ്. ദെൻ അതിൻ്റെ താഴെ ഒക്ടെയിൻ നമ്പർ കാണിക്കുക ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ്. അതിനും താഴെയാണ് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടെയിൻ നമ്പർ.